dears, welcome back to Newton's USS exam series. Okay, അപ്പോൾ എൻ്റെ ന്യൂട്ടൺസിന്റെ USS എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഓക്കെ, എടാ അപ്പോൾ നമ്മൾ ഓരോരോ ദിവസങ്ങളായിട്ട് USS എക്സാമിന് വരാൻ പോകുന്ന രീതിയിലുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സബ്ജക്ട്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പാറ്റേൺ ചേഞ്ച് വന്നിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ഇടാം. കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ നമുക്ക് നോക്കാം എത്ര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ബോത്ത് നമ്മുടെ ചാപ്റ്റർ ബേസ്ഡ് അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടി നമ്മുടെ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, റെഡിയാണോ? യെസ്. അപ്പോൾ എല്ലാവരുടെയും USS എക്സാം പ്രിപ്പറേഷൻ പൊളിയായി സെറ്റായി പോകുന്നു കരുതുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം വായിച്ചു നോക്കാം. Which of the following statements are correct regarding the language formed by the fusion of Persian and Hindi എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേർഷ്യൻ ഹിന്ദി നോക്കാം. പേർഷ്യനും ഹിന്ദിയും ലയിച്ചുണ്ടായ ഭാഷയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് നിങ്ങളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 എന്താ പറഞ്ഞിരിക്കുന്നത്? ഉറുദു ഈസ് ദ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി. ഉറുദു ആണ് ഹിന്ദിയും പേർഷ്യനും ലയിച്ചുണ്ടായ ഭാഷ. മറാത്തി ഈസ് ദ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി എന്ന് പറയുന്നുണ്ട് അല്ലെ. മറാത്തി ആണ് പേർഷ്യനും ഹിന്ദിയും ലയിച്ചുണ്ടായ ഭാഷ. കൊങ്കണി ഈസ് ദ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി എന്ന് പറയുന്നുണ്ട്. കൊങ്കിണിയാണ് പേർഷ്യനും ഹിന്ദിയും ലയിച്ചുണ്ടായ ഭാഷ. ആൻഡ് ഫൈനലി തെലുങ്കു ഈസ് ദ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി എന്നാണ് പറയുന്നത്. തെലുങ്കു ആണ് പേർഷ്യനും ഹിന്ദിയും ലയിച്ചുണ്ടായ ഭാഷ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി? യെസ്, നിങ്ങൾക്ക് ഇവിടെ 1 and 2 എന്നുള്ള 1 and 3 then 1 2 and 4 എന്നുള്ള രീതിയിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഏതാണ്? ഉറുദു ഈസ് ദ ലാംഗ്വേജ്. ഏതാണ്? ഉറുദു ആണ് അല്ലെ. ഉറുദു ഈസ് ദ ലാംഗ്വേജ് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി എന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ഒള്ളി ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, കിട്ടിയില്ലേ എല്ലാവർക്കും? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, താഴെ നിങ്ങൾക്ക് 1 2 3 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ വിച്ച് ഈസ് കറക്റ്റ് അബൌട്ട് ദ ബസവണ്ണ, ബസവണ്ണയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ആക്ച്വലി ബസവണ്ണ, എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നോക്കാം. ബസവണ്ണ വാസ് എ സോഷ്യൽ റിഫോമർ ഓഫ് കർണാടക. കർണാടകയിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഒന്നാമത്തെ പോയിന്റ്. 2, അദ്ദേഹം വർക്ക് ഫോർ ദ ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ അല്ലെ. സമത്വത്തിനും ഈക്വാലിറ്റിക്കും മനുഷ്യ സേവനത്തിനുമായി പ്രവർത്തിച്ചു. ഹി വാസ് നോൺ ആസ് ദ ഫിലാൻത്രോപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശ. കന്നഡ ദേശത്തിന്റെ ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ആൻഡ് ഫൈനലി ഹി വാസ് ദ മിഡീവൽ റൂളർ ഓഫ് സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ഒരു മധ്യകാല ഭരണാധികാരിയായിരുന്നു എന്നുള്ളതുമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. യു ഹാവ് ടു ചൂസ് ദി ആൻസർ 1 or 2, 2 or 3, 1 and 4, 3 and 4. എന്തായാലും ഇതിൽ ഒരെണ്ണമല്ല 2 എണ്ണം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഏതാണെന്നുള്ളത് വേഗം ഒന്ന് നോക്കിക്കേ. 1 and 2 ആണോ 2 and 3 ആണോ 3 and 4 ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, വേഗം ചാറ്റ് ബോക്സിൽ ഇടാൻ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 and C ആണ് അല്ലെ. എന്താണ് 2 പറയുന്നത്? ബസവണ്ണ വർക്ക് ഫോർ ദ ഈക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ അല്ലെ. സമത്വത്തിനും മനുഷ്യ സേവനത്തിനുമായി അദ്ദേഹം പ്രവർത്തിച്ചു. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫിലാൻത്രോപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? യെസ്. Then അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നിട്ടുണ്ട്. ടു വിച്ച് ലോ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ്? താഴെ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു നോക്കാം. 1 2 3 4 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ 4 എണ്ണം വായിച്ചു നോക്കിയിട്ട് താഴെ പറയുന്ന ABCD ഏത് ആക്ടിനോടാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഒന്ന് വേഗം നോക്കാം. കെയിം ഇൻ ടു എഫക്ട് ഓൺ July 5, 2013. 2013 ജൂലൈ 5-ാം തീയതി നിലവിൽ വന്നു. 2/3 of the population have been brought under the system. ഈ സിസ്റ്റത്തിന്റെ കീഴിൽ 2/3 2/3 പോപ്പുലേഷൻ പറയുന്നുണ്ട്. പ്രഗ്നന്റ് വിമൺ അല്ലെ. പ്രഗ്നന്റ് വിമൺ, then lactating mothers ഗർഭിണിയായ സ്ത്രീകൾ, അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് പാലൂട്ടുന്ന അമ്മമാർ, അതേപോലെ തന്നെ ചിൽഡ്രൻ ഫ്രം 6 months to 14 years 6 മാസം മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ. then a woman over 18 years is considered the head of the family എല്ലാം പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. 2013 ജൂലൈ 5 നിലവിൽ വന്നു. ജനസംഖ്യയുടെ 3
രണ്ട് ഭാഗമാണ് ഇവിടെ പറയുന്നത്. ദെൻ പ്രഗ്നന്റ് വിമൻസ്, ലാക്ടേറ്റിംഗ് മദേഴ്സ്, ഇവരെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഏത് ആക്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ABC ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് ആണോ, ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണോ? ലാസ്റ്റ് ഡി പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നാണ് കേട്ടോ. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, വി നോ ദ ഓപ്ഷൻ ബി ഫുഡ് സെക്യൂരിറ്റി അല്ലെ, ഭക്ഷ്യ സുരക്ഷാ നിയമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോറി, ഫോർത്ത് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട്. ദ നമ്പർ 1, ഓസോൺ ലെയർ ഈസ് പ്രസന്റ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. കണ്ടോ, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. 2, ദി അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ദ ലൈഫ് ഓൺ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് എന്നാണ് പറയുന്നത്. ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയർ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മറ്റേത് ഇൻകറക്റ്റ് ആണ്. ദെൻ ഒരെണ്ണം ഇൻകറക്റ്റ് ആണ്, രണ്ടാമത്തത് ശരിയാണ്. ബോത്ത് ആർ ഇൻകറക്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ബോത്ത് 1 and 2 ആർ കറക്റ്റ് അല്ലെ, 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ്. നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. അതേപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയർ പ്രൊട്ടക്ട് ദ ലൈഫ് ഓൺ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് അല്ലെ. എങ്ങനെയാണ്? ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയർ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് നോട്ട് ചെയ്തേക്കാം. യെസ്. അടുത്ത് നോക്കിക്കേ, നിങ്ങളോട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് പറയുന്നത്. ഏതാണ് കറക്റ്റ് എന്ന് നോക്കാട്ടോ. ഇവിടെ നിങ്ങളോട് 4000 ദിവ്യ പ്രബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ വചനങ്ങൾ, ഗീത ഗോവിന്ദ, ദെൻ പത്മാവത്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനോടാണ് മാച്ചിങ് ആയിട്ടുള്ളത്? കൃത്യമായിട്ട് നോക്കിക്കേ, ഏതിനോടാണ് മാച്ചിങ് ആയിട്ടുള്ളത്? നമ്മൾ പഠിച്ചതാണ് 4000 ദിവ്യ പ്രബന്ധങ്ങൾ മാച്ചിങ് ടു ആൾവാർസ് ആണല്ലേ, ആൾവാർസിനോടാണ് മാച്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഗീത ഗോവിന്ദ, അതിന് മുന്നേ വചനങ്ങൾ എന്താണ്? വചനങ്ങൾ മാച്ചിങ് ടു ഏതാണ് വരുന്നത്? ദെൻ ബി മാച്ചിങ് ടു 2 ആണല്ലേ. ദെൻ നോക്ക, ഗീത ഗോവിന്ദം 1 ആണോ? ദെൻ ലാസ്റ്റ് വൺ നോക്ക, നമുക്ക് 4 ആണോ? എങ്ങനെയാണ് വരുന്നത്? യെസ്, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3, 2, 1, 4 എന്നുള്ള രീതിയിലാണ് ശരിയായിട്ടുള്ള ഉത്തരം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ഈ കാണുന്ന രീതിയിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഏറെ കുറവാണ് ഇന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ. സോ ഇതേപോലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കാതെ വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ്. ദ ക്രസ്റ്റ്, മാന്റിൽ, കോർ, എത്തനോസ്ഫിയർ അല്ലെ. ഇത് ഷ്വർ ക്വസ്റ്റ്യൻ ആണ്. എർത്തിനെ കുറിച്ച്, അതിന്റെ ആ ഒരു ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്സിനെ കുറിച്ചും എല്ലാം നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്, അതേപോലെ അസ്തനോസ്ഫിയർ. ഏതിനോടാണ് മാച്ചിങ്? വേഗം. നിക്കൽ ആൻഡ് അയൺ, ഔട്ടർ മോസ്റ്റ് ലെയർ എക്സ്റ്റെൻസ് അപ് ടു 2900 കിലോമീറ്റർ ആൻഡ് ദെൻ മോൾട്ടൻ സ്റ്റേറ്റ്സ് അല്ലെ, ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ക്രസ്റ്റ് ഈസ് മാച്ചിങ് ടു 2, ദ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് അല്ലെ, ഏറ്റവും ഔട്ടർ മോസ്റ്റ്, ഭൂവൽക്കത്തിലെ ഏറ്റവും പുറത്തെ പാളിയാണ്. ദെൻ മാന്റിൽ എന്താ പറയുന്നത്? സി എക്സ്റ്റെൻസ് അപ് ടു 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. Then C, core is the made of nickel and iron അല്ലെ, നിക്കലും ഇരുമ്പും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. Then asthenosphere is in മോൾട്ടൻ സ്റ്റേറ്റ് അഥവാ ഉരുകിയ അവസ്ഥ എന്നുള്ളതാണ്. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ. ക്രസ്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണല്ലേ. രണ്ടായിട്ട് ക്രസ്റ്റിനെ തിരിച്ചിരിക്കുന്നു. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് തിരിച്ചിരിക്കുന്നു. ദെൻ അതിന്റെ ആവറേജ് തിക്നെസ് 30 കിലോമീറ്റേഴ്സും 70 കിലോമീറ്റേഴ്സും 30 കിലോമീറ്ററും 70 കിലോമീറ്ററും ആണെന്ന് നോട്ട് ചെയ്തേക്കാം. Mantle is the layer below the crust. ക്രസ്റ്റിന് താഴെ വരുന്ന ലെയർ ആണ് മാന്റിൽ. ഇറ്റ്സ് റിലേറ്റീവ്ലി അപ് ടു 2900 കിലോമീറ്റേഴ്സ് ആണെന്നുള്ള നോട്ട് ചെയ്യുക. ദെൻ തേർഡ് വൺ കോർ ആണ്. The layer below the mantle is the core. മാന്റിന് താഴെയുള്ള ലെയർ ആണ് കോർ എന്ന് പറയുന്നത്. ഔട്ടർ കോർ, ഇന്നർ കോർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഈ പോയിന്റ് നിക്കൽ ആൻഡ് അയൺ അല്ലെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റിൽ എടാ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്.
അടുത്ത നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമാൻഡ്മെന്റ്സ് സ്ട്രെങ്തൻസ് ദ ലോക്കൽ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയ ഭേദഗതികൾ ഏതെല്ലാം? 73, 74, 86, 42. ഏത് ഭേദഗതിയാണ് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എ ആൻഡ് ബി, എ ബി സി, ബി ആൻഡ് ഡി ആൻഡ് ഓൾ ഓഫ് ദി ഏതാണ്? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച കാര്യങ്ങളായിരുന്നു അല്ലെ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. കറക്റ്റ് ആൻസർ വരുന്നത് എ ആൻഡ് ബി, അതായത് 73ഉം 74ഉം കോൺസ്റ്റിറ്റ്യൂഷൻ, 73 ആൻഡ് 74 ഭേദഗതി അഥവാ അമാൻഡ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമാൻഡ്മെന്റ് ആണ് കൂടുതൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തിയത് എന്നുള്ളതാണ് അല്ലെ. നോക്കുക, എന്താ പറയുന്നത്? ഗ്രാമസഭകളുടെ രൂപീകരണം 73ല്, 74 ആവുമ്പോ വാർഡ് സഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, ഇവിടെയാണെങ്കിലും 5 വർഷം. പട്ടികജാതി പട്ടികവർഗ സംവരണം, ഇവിടെ എങ്ങനെയാണ്? പട്ടികജാതി പട്ടികവർഗ സംവരണം. വനിതാ സംവരണം, ഇവിടെയും വനിതാ സംവരണമുണ്ട്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനം, 2 തരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, നഗരപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ ഭരണഘടനാ ഭേദഗതി, പഞ്ചായത്തി രാജും നഗരപാലിക സംവിധാനവും നോക്കിയേക്കണം. Then അടുത്തൊരു question, why does Tamil Nadu receives less rainfall compared to Kerala? കേരളത്തെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാടിന് കുറവ് മഴ ലഭിക്കുന്നതിന് കാരണം എന്താണ്? യെസ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചൊരു പോയിന്റ്സ് ഒക്കെ ഉണ്ട്. വൈ എന്തായിരിക്കും റീസൺസ്? നോക്ക, തമിഴ്നാടു ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. എന്താ പറയുന്നത്? തമിഴ്നാട് സഹ്യപർവ്വതങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറെ ചരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. Moisture laden winds are obstructed by the western Ghats before reaching Tamil Nadu. ഈർപ്പവാഹികളായ കാറ്റുകൾ തമിഴ്നാട്ടിലേക്ക് നേരിട്ടെത്തുന്നു. തമിഴ്നാടു lies in the rain shadow region of the western Ghats അല്ലെ. തമിഴ്നാട് സഹ്യപർവ്വത നിരകളുടെ മഴ നിഴൽ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട് ഈസ് ക്ലോസർ ടു ദ സീ ദാൻ കേരള. കേരളത്തെക്കാൾ കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് തമിഴ്നാടു. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റെയിൻ ഷാഡോ റീജിയൻ അല്ലെ, മഴ നിഴൽ പ്രദേശം. ഓപ്ഷൻ സി ആണ്. ബിക്കോസ് ഓഫ് ദിസ് ദ തമിഴ്നാടു ലൈസ് ടു ദ റെയിൻ ഷാഡോ റീജിയൻസ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് അല്ലെ. വെസ്റ്റേൺ ഗട്ട്സിലെ മഴ നിഴൽ പ്രദേശം, റെയിൻ ഷാഡോ റീജിയൻ, അതാണ് നമ്മുടെ കൃത്യമായ ആൻസർ വരുന്നത്. സഹ്യപർവ്വത നിരകളുടെ മഴ നിൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ കുറവ് മഴയും നമുക്ക് ധാരാളം മഴയും ലഭിക്കാനുള്ള കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MS സ്വാമിനാഥൻ, ദ നോർമൻ എർണസ്റ്റ് ബോർലോഗ്, ദെൻ ജവഹർലാൽ നെഹ്റു, വർഗീസ് കുര്യൻ. ആരാണ് ശരിയുത്തരം വരുന്നത്? യെസ്, എ ബി സി ഡി. യെസ്, ഇവിടെ നമുക്ക് ശരിയുത്തരം വരുന്നത് നോർമൻ ഏർണസ്റ്റ് ബോർലോഗ് ആണ്. കാരണം നമ്മളോട് ക്വസ്റ്റനിൽ എടുത്തു പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ? ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ഏർണസ്റ്റ് ബോർലോഗ് ആണ്. 1919 മാർച്ച് 25 അദ്ദേഹം അമേരിക്കയിൽ ജനിച്ചു എന്നുള്ള കാര്യം. 1970 സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള നോട്ട് ചെയ്തേക്കാട്ടോ. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ എന്ന് ക്വസ്റ്റ്യനിൽ എടുത്തു പറയാണ് എങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ അഥവാ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാടാ? ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. ഓക്കെ, ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. സോ ഇത് രണ്ടും മാറിപ്പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. നോർമൻ ബോർലോഗും അതേപോലെ തന്നെ ഡോക്ടർ MS സ്വാമിനാഥന്റെയും രണ്ടുപേരുടെയും കണ്ടന്റ്സ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയേക്കാം. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്? ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? സ്റ്റഡി ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ് ആണോ? ഇൻഫോർമേഷൻ കളക്റ്റഡ് ഫ്രം ദ മൈൻസ് ആണോ? അനലൈസിംഗ് എർത്ത് ക്വേക്ക് വേവ്സ് ആണോ? അല്ലെങ്കിൽ ഭൂകമ്പ തരങ്ങളുടെ വിശകലനമാണോ? ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങളാണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? എ ബി സി ഒള്ളി അല്ലെ. എ ബി സി, എയും ബിയും സിയും, എ ബി സി ആണ് ശരി ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ മക്കളെ, ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നുള്ളതിന് നേരെ ഒരു ടിക്ക് ഇട്ട് വെക്കുക. അതിനുശേഷം ആ ടിക്ക് ചെയ്തത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ ആണോടാ?
Yes, നോക്ക by examining the materials that reach the earth surface through the volcanic eruption from the information collected from mines ൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് and by analyzing the motion of waves generated during the earthquakes എന്നുള്ളതാണ് കേട്ടോ. അത്രയൊന്ന് നോട്ട് ചെയ്തേക്കാം. Then again അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് relating to western Ghats and heavy rainfall. Western Ghats receive heavy rainfall due to the obstruction of moisture laden monsoon wind. ഒന്ന്. രണ്ട്, region on the leeward side of the mountain ranges receives the less rainfall and are called rain shadow region. ഈർപ്പം നിറഞ്ഞ മൺസൂൺ കാറ്റിനെ തടസ്സം കാരണം പശ്ചിമഘട്ടത്തിൽ കനത്ത മഴ ലഭിക്കുന്നു. ദെൻ പർവ്വതങ്ങളുടെ എതിർവശത്തിലുള്ള പ്രദേശങ്ങൾ സാധാരണയായി കുറഞ്ഞ മഴ ലഭിക്കുന്നു. അവയെ മഴനിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നു. ഏതാണ് ശരിയുത്തരം? രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണോ ശരി, അല്ലെങ്കിൽ രണ്ടും തെറ്റാണോ? യെസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ സെയിം പാറ്റേൺ ചെയ്തതായതുകൊണ്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് കോൺഫിഡന്റ് ആണ്. യെസ്, ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? രണ്ടും ശരിയാണ് അല്ലെ. വെസ്റ്റേൺ ഗട്ട്സിലെ ഹെവി റെയിൻഫാള്, തമിഴ്നാട്ടിൽ മഴ കുറവാണ് നമ്മൾ പറഞ്ഞു ബിക്കോസ് ഓഫ് ദി റെയിൻ ഷാഡോ റീജിയൻ എന്നുള്ളതാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ കറക്റ്റ്. എന്താണ്? ഒന്നും രണ്ടും പ്രസ്താവനയും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, റെയിൻ ഷാഡോ റീജിയൻ ഒക്കെ നമ്മൾ വരച്ചു പഠിച്ചതാണ്. കാറ്റ് വരുന്നതും അതിനെ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിന്റെ പ്രസൻസ് മൂലം നമുക്ക് മഴ കൂടുതൽ ലഭിക്കുന്നതും റെയിൻ ഷാഡോ മഴ നിഴൽ പ്രദേശമായ തമിഴ്നാട്ടില് മഴ ലഭിക്കാത്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ GK ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയും ഡിസ്കസ് ചെയ്ത GK ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്ടേഴ്സും ഓക്കെ ആണെന്ന് ഞാൻ കരുതാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി, അഥവാ എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെ ആയിരുന്നോ എന്നുള്ള റെസ്പോൺസ് എല്ലാവരും വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. എത്രയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. വിച്ച് കൺട്രി റീസെന്റ്ലി വിഡ്രൂ ഫ്രം ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടനയായ WHO-യിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യം ആരാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി. ഏത് രാജ്യമാണ് ഏറ്റവും അടുത്ത് WHO-യിൽ നിന്ന് പിന്മാറിയത്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അടുത്തിടെ പിന്മാറിയ രാജ്യം. Yes, then നോക്ക the humanoid robot introduced at വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ to improve the passenger safety and services അല്ലെ. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സുരക്ഷയും അതേപോലെ തന്നെ സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി അവതരിപ്പിച്ച ഹ്യൂമനോയിഡ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കൊണ്ടുവന്ന റോബോട്ട് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ASC അർജുൻ, IRIS, then MITRA മിത്ര, then RoboOne. ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്കറിയാം ASC അർജുൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലെ. ASC അർജുൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത റോബോട്ട്. ഓക്കെ മക്കളെ, അപ്പോ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് കിട്ടാനായിട്ട് ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അതേപോലെ തന്നെ ന്യൂസ് ചാനൽസ് എല്ലാം കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺട്രി ഒഫീഷ്യലി ജോയിൻഡ് ദ ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവ് അഥവാ IPOI ഇൻ ജാനുവരി 2016? ഏത് കൺട്രിയാണ് ജോയിൻ ചെയ്തത് IPOIയിലേക്ക്? ജനുവരി 2026 ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിലേക്ക് ഔദ്യോഗികമായി ചേർന്ന രാജ്യം? യെസ്, ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, സ്പെയിൻ ആണല്ലേ. സ്പെയിൻ ആണ് ജോയിൻ ചെയ്തിട്ടുള്ള രാജ്യം. വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ 24th 23rd ഒക്കെ ആയിട്ട് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. നോക്കാടാ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഇംപ്ലിമെന്റഡ് ആൻ AI ബേസ്ഡ് സെൽഫി അറ്റൻഡൻസ് സിസ്റ്റം കോൾഡ് കർത്തവ്യ? കണ്ടോ, അപ്പൊ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള കർത്തവ്യ എന്ന പേരിൽ സെൽഫി അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണോ, കർണാടകയാണോ, തെലങ്കാനയാണോ, ആന്ധ്രാപ്രദേശാണോ? ഏതാണ് സംസ്ഥാനം? യെസ്, ഏതാണ്? കർണാടകയാണ് അല്ലെ. കർണാടകയിലാണ് കർത്തവ്യ സിസ്റ്റം വഴി AI രാവിലെ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി എംപ്ലോയീസിന് സെൽഫി എടുത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who became the second player the most T20 matches for India with 126 matches? ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ T20 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ കളിക്കാരൻ ആര്?
ആരാണ് രണ്ടാമത്തെ കളിക്കാരൻ? യെസ്, നോക്കാം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, MS ധോണി, ഹാർദിക് പാണ്ഡ്യ. ആരാണ് രണ്ടാമത്തെ കളിക്കാരൻ? യെസ്, സെക്കൻഡ് പൊസിഷൻ ഹാർദിക് പാണ്ഡ്യ ആണ് അല്ലെ. 126 മാച്ചസ് ആണ് കളിച്ചത്. ഹാർദിക് പാണ്ഡ്യ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്നാൽ ഇവിടെ രോഹിത് ശർമ്മ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇദ്ദേഹമാണ് ഫസ്റ്റ് കേട്ടോ. ഒന്നാം സ്ഥാനം ഏറ്റവും അധികം കളിച്ചത് രോഹിത് ശർമ്മയാണ്. സെക്കൻഡ് ആണ് ഹാർദിക് പാണ്ഡ്യ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെയും GK പ്ലസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ തെറ്റിപ്പോയെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. എടാ, അപ്പോൾ ഇതേപോലെ ഡെയിലി നിങ്ങൾക്ക് കൂടുതൽ USSന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ഈ കാണുന്ന ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് USSന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും ഫ്രീ ആയിട്ട് എക്സാംസും പോൾസും എല്ലാം അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫർദർ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യുക. യെസ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ അതുവരെ എല്ലാവർക്കും ബൈ.